വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വേതന വർധന പ്രഖ്യാപിച്ചതോടുകൂടി വിജയാഘോഷ പരിപാടികൾ നടത്താനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഇന്ന് രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെയും സമരത്തെ പിന്തുണച്ചവരുടെയും സംഗമം നടക്കും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, 21,000 എന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊടുത്ത വാക്കുണ്ട്, ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കി കൊടുക്കാമെന്നുള്ളത്, വർധന ഉണ്ടാകുമെന്നുള്ളത്. ആ വാക്കിൽ വിശ്വസിച്ചാണ് ആ സന്തോഷം. എന്തായാലും അന്ന് അവർക്ക് കൊടുത്ത വാക്ക് ആദ്യം തന്നെ പരിഗണിക്കുമെന്ന വാക്ക് നിറവേറ്റിക്കഴിഞ്ഞു. ആ ഒരു സന്തോഷമാണ് ഇനി അവർ പങ്കുവയ്ക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഷിഹാസ്, ശ്രുതി, കാരണം കഴിഞ്ഞ LDF സർക്കാരിനെ ഏറ്റവും കൂടുതൽ വലച്ച സമരങ്ങളിൽ ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റ് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരം. നിരവധി ദിവസങ്ങൾ, മാസങ്ങളോളമാണ് ആ സമരം അന്നവിടെ നീണ്ടുപോയത്. വലിയ തരത്തിലേക്ക് അന്ന് പിന്തുണയുമായി UDF-ഉം കോൺഗ്രസും എല്ലാം തന്നെ പരസ്യമായി ആശമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തതാണ്. പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമെടുത്ത സുപ്രധാന തീരുമാനങ്ങളിലൊന്നായിരുന്നു ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതോടുകൂടി തന്നെ 9,000 രൂപയായിരുന്ന ഓണറേറിയം 12,000-ആയി ഉയരുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഘട്ടത്തിൽ ആശമാരുടെ സമരത്തിൻ്റെ വിജയം എന്ന നിലയ്ക്ക് ആശാ കേരളം വിജയത്തിൽ മുന്നോട്ട് എന്ന പേരിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് മുൻപിൽ ഒരു വിജയ പരിപാടി അല്ലെങ്കിൽ ആഘോഷ പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഹ്ലാദ പരിപാടി സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആശാ വർക്കർമാർ എത്തിയിരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് രാവിലെ 10 മണിക്ക് ഈ പരിപാടി നടക്കുക. ആശാ സമരത്തെ പിന്തുണച്ചവർ, ആശാ സമരത്തിൽ പങ്കെടുത്തവർ, വിവിധ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഈ പരിപാടി തങ്ങളുടെ സമര വിജയത്തിൻ്റെ ആ നന്ദി പ്രകടനമായി, സർക്കാരിനോടുള്ള നന്ദി സൂചകമായി കൂടിയാണ് സംഘടിപ്പിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്.